ഹരിപ്രസാദിനെ വീണ്ടും കാണാൻ പോയതിനെക്കുറിച്ച് നന്ദന ഉദയനോട് പറയുന്നു. ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള വിശദീകരണത്തിനോട് താല്പര്യമില്ലെന്ന് ഉദയൻ. നന്ദന ഈ വീട്ടിൽ വന്നപ്പോൾ മോശമായി പെരുമാറിയത് ശരിയായില്ലെന്ന് ശ്രുതി അമ്മയോട്. അർഹതയില്ലാത്തത് താൻ ആഗ്രഹിച്ചുവെന്ന് ശ്രുതി ഹരിപ്രസാദിനോട്. ബാലരാമവർമ്മ കുന്നത്തൂരെത്തുന്നു. വസുന്ധര വീട് വിട്ടിറങ്ങിയിട്ട് മക്കളും മരുമക്കളും അന്വേഷിക്കാത്തതിൽ ദേഷ്യപ്പെടുന്ന ബാലരാമവർമ്മ. ഇനി തുടർന്ന് കാണുക. ഉദയനും നന്ദനയും തമ്മിലുള്ള ബന്ധത്തിൽ ചില രസക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ വേരുകൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയൂ. അറിയാവുന്നവർക്കല്ലേ ആ വേരുകൾ പിഴുതറിയാൻ പറ്റൂ. ആ കാര്യത്തിൽ ഉദയൻ കാണിച്ച ഉദാസീനതയാണ് വസുന്ധരയുടെ പ്രശ്നം. ഇണങ്ങയും പിണങ്ങയും അവൾ പലതവണ നിങ്ങളോട് സംസാരിച്ചതാ. ഒരു ചലനം ഉണ്ടായില്ല. വഞ്ചി കരയിൽ തന്നെ. അങ്ങനെയാ വസുന്ധര വീട് വിട്ടിറങ്ങിയത്. എന്നിട്ടോ ഒരാളും അന്വേഷിച്ചു വന്നില്ല. ഞാൻ അമ്മയെ വിളിച്ചു നോക്കിയതാ. നന്ദനെ വിളിച്ചാലുടൻ വസുന്ധര ഫോൺ എടുക്കണമെന്നുണ്ടോ? അവൾക്ക് മനസ്സിലായിരുന്നു എന്ന് വിചാരിക്കേ. അല്ലെങ്കിലോ ഈ ഫോൺ എന്നൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോ അതൊന്നും ഒരു ന്യായമല്ല. നന്ദനയ്ക്കും അറിവുള്ള കാര്യമായതുകൊണ്ട് പറയാം. അമ്മയ്ക്ക് വേണ്ടി വിവാഹം എന്ന ത്യാഗത്തിന് തയ്യാറായ മകനാണ് ഉദയൻ. എന്നിട്ട് നീ ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്നതിന്റെ ന്യായീകരണം എന്താണ് ഉദയ? അതോ വസുന്ധര എഴുതി തള്ളിയതാണ്? 2 ദിവസമായി അവൾക്ക് എന്തോ ഒരു മൗനമുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. ഒന്നിനും ഒരു താല്പര്യമില്ല. ആകെ ഒരു ചിന്തയിലാണെപ്പോഴും. അതത്ര നല്ലതല്ലെന്ന് തോന്നിയിട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. അമ്മ തിരിച്ചിവിടെ വന്ന സമാധാനം പറയാമെന്ന ഉദയേട്ടന്റെ നിലപാട്. അമ്മയോട് അത്രയ്ക്ക് വാശി ഉദയേട്ടന് വേണമെന്ന് അമ്മാവനെ ആലോചിച്ചിട്ട് പറ. എനിക്ക് വാശിയാണെന്നുള്ളത് യതീന്ദ്രന് മുൻവിധിയാ. തർക്കം വേണ്ട. വസുന്ധര ഇവിടെ വരും. ഞാൻ കൊണ്ടുവരും. ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കും. ബന്ധങ്ങളുടെ വിലയറിയാവുന്ന കൂടപ്പിറപ്പുകളാണ് ഞങ്ങള്. അതിനെന്നും തമ്മിൽ കാണണമെന്നില്ല. മനസ്സുകൊണ്ട് പരസ്പരം അറിഞ്ഞാൽ മതി. 3 മാസത്തെ കാലാവധി തന്നു നിങ്ങൾക്ക്. അത് കഴിഞ്ഞു. പിന്നെ ഇത്രയും ദിവസങ്ങൾ കടന്നുപോയി. അത് പോട്ടെ. ഇനി ഉദയനും നന്ദനയും എന്തു ചെയ്യാൻ പോകുന്നു? ഭാവിയെപ്പറ്റി എന്താ നിങ്ങളുടെ തീരുമാനം? വസുന്ധരയെ ഞാൻ വിളിച്ചുകൊണ്ട് വരുമ്പോ അത് പറഞ്ഞിരിക്കണം. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല. ഉദയനും നന്ദനയും ഒരുമിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കണം. എന്ന് പറയുന്നു? ഉദയ, സമ്മത. എനിക്ക് ഒരു ദിവസത്തെ സാവകാശം തരൂ. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇനിയും ഒരു ദിവസവും? ശരി, ഇനി അതിന്റെ കുറവ് വേണ്ട. ഒരു ദിവസം കൂടി കഴിഞ്ഞോട്ടെ. പിന്നെ വാക്ക് മാറ്റരുത്. ഇല്ല. എങ്കിൽ അത് തന്നെ തീരുമാനം. നാളെ കഴിഞ്ഞ് ഞാൻ വസുന്ധരയും വിളിച്ചുകൊണ്ടിങ്ങ് വരും. എല്ലാവരും ഇവിടെ കാണണം. ഒരു മിനിറ്റ്. ഹലോ ഹലോ. ആ പ്രതാപേട്ടാ. യതീന്ദ്രന് കേൾക്കാമോ? ആ കേൾക്കാം. പറയൂ പ്രതാപേട്ടാ. അമ്മായി കുന്നത്തൂര് വന്നോ യതീന്ദ്ര? എന്തായിട്ടാ? വസുന്ധര അമ്മായി കുന്നത്തൂരുണ്ടോന്ന്? ഇല്ല, അമ്മ ഇങ്ങോട്ട് വന്നില്ല. ചതിച്ചോ ഈശ്വര?
എന്തു പറ്റി പ്രതാപേട്ട? അതെ, അമ്മായിനെ വീട്ടിൽ കാണാനില്ല. കാണാനില്ലേ? അതെ, ഇല്ലെന്ന്. നിന്റെ അമ്മ ഇവിടെ നിന്ന് പോയിന്ന് തോന്നണ്. അമ്പലത്തിൽ പോയിട്ട് അച്ഛനും തിരിച്ചു വന്നിട്ടില്ല. അമ്മാവൻ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. അമ്മയെ കാണുന്നില്ലെന്ന്. അയ്യോ, പ്രതാപ, എന്താണ്? അത് വസുന്ധരമ്മായിനെ കാണാനില്ല അച്ഛാ. വീട്ടിലെല്ലായിടത്തും നോക്കിയോ? അരിച്ചു പെറുക്കി നോക്കിയതേ, എവിടെയില്ല. മുഴുവൻ ഡ്രസ്സും എടുത്ത അമ്മായി പോയിരിക്കണത്. അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി. എന്താ അമ്മാവ പ്രതാപേട്ടൻ പറഞ്ഞത്? യതീന്ദ്രൻ കേട്ടത് തന്നെ. വസുന്ധര എന്റെ വീട്ടിൽ നിന്ന് സ്ഥലം വിട്ടെന്ന്. തൃപ്തിയായല്ലോ എല്ലാവർക്കും. ആ മൗനം കണ്ടപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയതാ. അയ്യോ, എന്റെ അമ്മ. മിണ്ടരുത്. കരയുന്നോ? വസുന്ധരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ നീയൊക്കെ ആയിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇങ്ങനെ നിൽക്കാതെ കാർ എടുക്ക്, നമുക്ക് പോവാം. ഞങ്ങളുണ്ട്. എങ്ങോട്ട്? എങ്ങോട്ടാ എല്ലാവരും? അത് അമ്മാവ. അനങ്ങി പോവരുത്. വസുന്ധര അന്വേഷിച്ച ഒരാളും എന്റെ കോലത്ത് വരണ്ട. ഇത്രയും നാൾ ആർക്ക് കാണണ്ടായിരുന്നല്ലോ. ഒരുത്തരും ആ പട്ടി കിടക്കണ്ട. കേട്ടല്ലോ? ഒന്ന് സ്പീഡിലാവട്ടെ പോലെ. നീ ആരെയാ വിളിക്കുന്നത്? അമ്മയുടെ ഫോണിലേക്ക്. സ്വിച്ച് ഓഫാ. ഇപ്പൊ അമ്മ ഫോൺ ഓഫാക്കി വെക്കൊന്ന് ഊഹിക്കാനുള്ള കോമൺ സെൻസ് പോലും നിനക്കില്ലേ? നന്ദനയ്ക്കറിയോ അമ്മ എവിടെ കാണുമെന്ന്? അറിയെങ്കിൽ പറ. അതറിയെങ്കിൽ ഞാനിങ്ങനെ വെറുതെ നിൽക്കോ? വിവരം അറിഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്നത് കണ്ട് ചോദിച്ചു പോയതാ. ഉദയേട്ടൻ ഇങ്ങനെ ഇരുന്നാലോ? ഞാനെന്ത് വേണം? എന്തെങ്കിലും ഒന്ന് പറ, നമുക്ക് അന്വേഷിക്കണ്ടേ? എവിടെ? അമ്മ എവിടേക്കാണ് പോയതെന്ന് ഒരു ചെറിയ സൂചനയെങ്കിലും ഉണ്ടെങ്കിലേ അന്വേഷിക്കാൻ പറ്റൂ. തമ്മിൽ ബോധിപ്പിക്കാനായി വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാറെടുത്ത് കറങ്ങാം. അത് മതിയോ? ഇതാ ഈ വീട്ടിലെ കുഴപ്പം. എന്തു പറഞ്ഞാലും തർക്കം. ആർക്കാണ് വലിപ്പച്ചെറുപ്പ് എന്ന ചിന്ത വരുമ്പോഴാ തർക്കം ഉണ്ടാവുന്നത്. ഞങ്ങൾ അത്ര വലിയവരല്ലേ, ചെറിയ ആൾക്കാരെ. വലിയ ആളുകൾ കാരണം ഇപ്പൊ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അമ്മയുടെ ഈ വിഷയം ഉൾപ്പെടെ. അമ്മയെ കാണാനില്ലെന്ന് വിളിച്ചു പറഞ്ഞത് അശ്വിന്റെ അച്ഛനാ. ആ വാർത്ത പൂർണ്ണമായി വിശ്വസിക്കണം. എന്തെങ്കിലും പുതിയ തന്ത്രം മനസ്സിൽ കണ്ടിട്ട് ഒരു ന്യൂസ് ഉണ്ടാക്കിയതായിക്കൂടെ? പ്രതാപേട്ടൻ ചെരിപ്പുള്ളിയല്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതങ്ങനെയല്ല. സംഗതി സത്യമാണ്. അതാ ശബ്ദത്തിൽ നിന്നറിയാം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചാലോ? ഒരാളെ കാണാതായ കാര്യമല്ലേ? അത് വേണോ? പോലീസിൽ അറിയിക്കാന്നൊക്കെ വെച്ചാ നാട്ടുകേസാവും. പിന്നെ എന്താ ചെയ്യേണ്ടതും കൂടി പറ. ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേട്ട തോന്നും നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണെന്ന്. ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് കൈ കഴുകി മാറി നിന്നാ മതിയല്ലോ. പുറത്തറിഞ്ഞ് എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? പെറ്റമ്മയെ കാണാനില്ലെന്നറിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് മൂത്ത മകൻ ഗുഹയിൽ ഒളിക്കാൻ പോയി. കൂടെ അമ്മയുടെ പുന്നാര മരുമോളും പോയി. എന്തൊരു മനുഷ്യര്! സ്റ്റേഷനിൽ ചെന്ന് എസ് ഐയെ കണ്ട ഒരു പരാതി എഴുതി കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് സജികുമാറിന് മനസ്സിലാവുമല്ലോ. മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞ് അവരുടനെ ഒരു ഫയൽ ഉണ്ടാക്കും.
എന്താ? അതെ, അതുകൊണ്ടാണ് സജി ഞാൻ പേഴ്സണലായി വിളിച്ചത്. കോൺഫിഡൻഷ്യലായി താനൊന്ന് അന്വേഷിക്കണം. ഡിപ്പാർട്ട്മെന്റിൽ സജിക്കുള്ള സൗഹൃദങ്ങളോട് ചെയ്യാലോ. ഏയ്, അമ്മ അങ്ങനെ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളില്ലെന്ന് തന്നെ പറയാം. ഇപ്പോഴീ പറഞ്ഞ അമ്മാവന്റെ വീട്ടിൽ തന്നെ വളരെ കാലം കൂടിയാ പോയത്. ഏതെങ്കിലും അമ്പലങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. ആ, അമ്മയുടെ ഫോട്ടോ സെൻഡ് ചെയ്യാം. സജി, യാതൊരു കാരണവശാലും ഇതിന് പബ്ലിസിറ്റി കിട്ടരുത്, മീഡിയ അറിയരുത്. അതുമൂലം ഉണ്ടാവുന്ന മാനക്കേട് അറിയാലോ. ഇതൊരു റിക്വസ്റ്റാ. ആ, അതെ അതെ, ശരി ശരി സജി, താങ്ക് യു. എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാറിനെ വിളിച്ചത്. അൺഒഫീഷ്യലായിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അമ്മയുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ആ, ഫോട്ടോ സെൻഡായി. ആരും ചെല്ലണ്ടെന്ന് അമ്മാവൻ പറഞ്ഞെങ്കിലും അവിടെ വരെ ഒന്ന് പോകുന്നല്ലേ നല്ലത്. പോയിട്ട് എന്ത് ചെയ്യാനാ? തെളിവെടുപ്പ് നടത്താനോ? ആ വീട്ടിൽ കയറാൻ പോലും അമ്മാവൻ സമ്മതിക്കില്ല. വിദ്യേച്ചി വിളിച്ചു നോക്കിയോ? അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ബലമായി പിടിച്ചു വാങ്ങി ഓഫാക്കി വെക്കാൻ അവിടെ ആളുണ്ടല്ലോ. ഞാൻ അമ്മയെ വിളിക്കുമെന്നറിയാം. പ്രതാപേട്ടനെ ഞാൻ മനഃപൂർവ്വം വിളിക്കാത്തതാ. അമ്മയുടെ കാര്യത്തിൽ ഓവർ കൺസിഡറേഷൻ ഉള്ള ആളാന്നാ പറയാ. ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാലും ഓടി ഇങ്ങോട്ടാ വരുന്നത്. എന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് എന്നെയൊന്നും വിളിച്ചില്ല. ഇത്തരം സന്ദർഭങ്ങളിലാ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നത്. പ്രതാപേട്ടനുൾപ്പെടെ എല്ലാരും ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന എന്നെ എനിക്കത് ഊഹിക്കാം. എന്റെ ഉപേക്ഷ കൊണ്ടാണ് അമ്മ പോയതെന്ന ആരോപണം ശക്തമായിട്ടുണ്ടാവും. അതിലൊരു സത്യമില്ലേ? ആൾക്കൂട്ടത്തിൽ ചേർന്ന് കല്ലെറിയാൻ താനും തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഉദ്ദേശിച്ചത് എന്തായാലും പറഞ്ഞ വാക്കുകളിൽ ആ ധ്വനിയാണ് എനിക്ക് തോന്നിയത്. ഞാൻ എക്സ്പ്ലനേഷൻ വേണ്ട. അമ്മയെ കാണാനില്ല, എവിടെ പോയതെന്ന് അറിയില്ല. അതൊരു ഫാക്റ്റാ. ആ വസ്തുതയുടെ മുന്നിൽ നിൽക്കുമ്പോ എന്നെ ഏറ്റവും അധികം വിമർശന ബുദ്ധിയോടെ നോക്കുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാ. ഒരാളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോ അതേ കൈയിന്റെ 3 വിരലുകൾ നമ്മുടെ നേർക്ക് ചൂണ്ടുന്നുണ്ട്. പലരും പറയുന്ന കാര്യമാണെങ്കിലും ആ തിരിച്ചറിവ് പലർക്കും പലപ്പോഴും ഉണ്ടാവാറില്ല. മകന്റെ ദാമ്പത്യ ബന്ധം അങ്ങനെ ഒന്നും ഉണ്ടോ എന്തോ. അതിൽ അനിശ്ചിതത്വം കണ്ട് അമ്മ ഒരു നിബന്ധന വച്ചു. ഒന്നുകിൽ ഒരുമിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പിരിയ. അതിനൊരു സമയപരിധി തന്നു, 3 മാസം. അതിനുള്ളിൽ തീർപ്പുണ്ടാവണമെന്നായിരുന്നു ഡിമാൻഡ്. അനുവദിച്ച കാലാവധി കഴിഞ്ഞിട്ടും ഫൈനൽ ഡിസിഷൻ ഉണ്ടായില്ല. അതിൽ പ്രതിഷേധിച്ച് അമ്മ വീട് വിട്ടുപോയി. അതാണല്ലോ സംഭവിച്ചത്. കുടുംബത്തിനുള്ളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കാൻ പോകുന്നത് ഞാനാ. പക്ഷേ എനിക്കും തനിക്കും മാത്രം അറിയാവുന്നൊരു സത്യമുണ്ട്. ഈ ബന്ധത്തിൽ തുടരണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലെത്താൻ വേണ്ടി താനൊരു ചലഞ്ച് ഏറ്റെടുത്തിരുന്നു. ആരും ആവശ്യപ്പെട്ടതല്ല, വെല്ലുവിളി സ്വയം ഏറ്റെടുത്തതാ. അതൊരു അന്വേഷണമോ അന്വേഷണ പരമ്പരയാണോ എന്നൊക്കെ ഇവിടെ പ്രസ്താവിക്കുന്നത് കേട്ടു. ആ അന്വേഷണത്തിന്റെ അങ്ങേയറ്റത്തൊരു കുട്ടിയുണ്ട്, നാടക നടിയുണ്ട്.
സത്യസന്ധമായി ആലോചിച്ച് നോക്ക്. അമ്മയോടൊരു തീരുമാനം പറയാൻ കാലതാമസം ഉണ്ടായത് ആര് കാരണാ? അമ്മയെ കാണാനില്ലാത്ത കേസിൽ പ്രതിക്കൂട്ടിൽ എന്നോടൊപ്പം താൻ കയറി നിൽക്കണ്ട. പക്ഷേ ഇങ്ങോട്ടുള്ള വിമർശനം അത് വേണ്ട. അമ്മ ചിലപ്പോ ഇന്ന് വൈകിട്ടോടെ തിരിച്ചു വന്നിരിക്കും, അല്ലെങ്കിൽ 2 ദിവസത്തിനകം കണ്ടെത്തിയേക്കാം. അപ്പോഴും ആ മുഖത്ത് നോക്കി ഞാനെന്ത് ഉത്തരം പറയണം? തീരുമാനിക്കേണ്ടത് താനാ. ഒരു കാര്യം കൂടി, തൊണ്ടയിടറിയും കണ്ണു നിറഞ്ഞു എനിക്ക് ശീലമില്ല. അതുകൊണ്ട് മനസ്സ് കല്ലാണെന്ന് വിചാരിക്കരുത്. വിഷമമുണ്ട്. അമ്മയെ ഓർക്കുമ്പോ വല്ലാത്ത വിങ്ങലുണ്ട്. ഉള്ളിലൊതുക്കുക മറ്റു പലതും പോലെ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. രേണുകേ, 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 രേണുകേ. ആ, പ്രഭാകരനില്ലേടി ഇവിടെ? ഇവിടെ ഉണ്ടല്ലോ അച്ചോട്ടാ, അകത്തുണ്ടാവും. ദേ അച്ചോട്ടൻ വന്നിരിക്കണോ? ആ ആ, ഞാൻ വിചാരിച്ച ഉച്ചയുറക്കമായിരിക്കുമെന്ന്. ഉച്ച പോയിട്ട് രാത്രി പോലും ഉറക്കം കുറവാണ് ചേട്ടാ. അതൊരു നല്ല ശീലമല്ല. 8 മണിക്കൂറെങ്കിലും ഡെയിലി ഉറങ്ങണം. ആ, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. മനഃപൂർവ്വം ഉറങ്ങാത്തതല്ലോ, കണ്ണെന്നടഞ്ഞു വരുമ്പോ മനസ്സിൽ ഓരോരോ ചിന്തകൾ കയറി വരിക. മനസ്സിലായി മനസ്സിലായി. ഒക്കെ ശരിയാവൂടോ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നിങ്ങള് കടയിൽ പോയോ? പോയി. സാധനം വാങ്ങിച്ചോ? 1 പവന്റെ മോതിര വാങ്ങിച്ചത്. അതിന്റെ ആവശ്യമുള്ളൂ. ഒരു ചടങ്ങ് നടത്തുന്നു എന്നല്ലാതെ ഷോ കാണിക്കുന്നില്ലല്ലോ നമ്മള്. ആട്ടെ, ഹരി വന്നില്ലേ? ഇല്ല അച്ചോട്ടാ, അതിന്റെ ടെൻഷനിലിരിക്കുക ഇവിടെ ഒരാള്. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇവന്റെ സ്ഥിരം പരിപാടിയായത്. എടോ, അത് ഓഫ് ആക്കുന്നതല്ല, ഓപ്ഷനിൽ ഇട്ടിരിക്കുന്നതാ. ഫോൺ ആളിന്റെ കയ്യിൽ ഓണാക്കി വെച്ചിരിക്കുകയെന്ന്. പിന്നെന്താ അവൻ ഫോൺ എടുക്കാത്തത്? ഇനി വരുമ്പോ പ്രഭാകരൻ തന്നെ അങ്ങ് ചോദിക്ക്. ഇനിയവൻ വരാതിരിക്കോ? എടീ, അതിനല്ലേ നിനക്ക് നല്ല സുഖയില്ല, ശനിയാഴ്ച ഇങ്ങ് വരണമെന്ന് ഹരിയെ വിളിച്ചറിയിച്ചത്. അവൻ വരും. സതിയമ്മയും മോളും നാളെ രാവിലെ തിരിക്കും. ശ്രുതിയുടെ ആങ്ങളപ്പയ്യൻ ബാംഗ്ലൂരിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അതൊന്നും സാരയില്ല. പിന്നെ നാളെ ഇവിടെ നടക്കാൻ പോകുന്ന എന്താണെന്ന് ഹരിയോട് വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇങ്ങ് വരട്ടെ എന്നിട്ട് പറയാം. ആ, വന്നാലും ഇന്നൊന്നും പറയണ്ട.
നാളെ രാവിലെ സമയമാകുമ്പോൾ അവൻ അറിഞ്ഞാൽ മതി. പെണ്ണ് കാണലും അങ്ങനെ ആയിരുന്നല്ലോ. 10 പേരെ വിളിച്ച് ചെറിയ തോതിലെങ്കിലും ഒരു സദ്യ നടത്തണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ കല്യാണത്തിനാകാമല്ലോ. നാടടക്കം ക്ഷണിച്ച് നമുക്ക് ഹരിയുടെ കല്യാണം പൊടി പൊടിക്കണം. ഗുരുവായൂർ വെച്ച് മിന്നുകെട്ട് നടത്തണമെന്ന എന്റെ ആഗ്രഹം. ഗുരുവായൂരോ? എന്ത് പറ്റി പ്രഭാര? അതിനെന്തിനാ ഞെട്ടുന്നേ? തൃശ്ശൂരിനടുത്താ ഗുരുവായൂര്. മറ്റേ മാരണം അവിടെ ഉണ്ടെന്ന് അറിയില്ലേ നന്ദന? ആ ഭാഗത്തോട്ടേ പോകുന്ന പ്രശ്നമില്ല. മറ്റെവിടെയെങ്കിലും വെച്ച് വേണമെങ്കിൽ കല്യാണം നടത്താം. അത് പെൺവീട്ടുകാർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? നമ്മളുമായിട്ട് ആലോചിക്കാതെ സതിയമ്മ ഒരു തീരുമാനം എടുക്കില്ല. അത് ശരിയാ. നമ്മുടെയും ചെറിയ കുടുംബം, അവരുടെയും ചെറിയ കുടുംബം. ഇനി 2 കുടുംബവും ചേർന്ന് ഒറ്റ കുടുംബമായിട്ട് മുന്നോട്ട് പോകണം. അച്യുതേട്ട ഹരി ഒന്ന് വിളിച്ചു നോക്കിയേ. ഇനി എന്റെ നമ്പർ കണ്ടിട്ട് എടുക്കാതിരിക്കുന്നതാണെങ്കിലോ? അതെന്താ, അച്ഛന്റെ നമ്പറിനോട് അവന് വല്ല വിരോധമുണ്ടോ? ഇങ്ങനെ എല്ലാ കാര്യത്തിനും അവനെ സംശയിച്ചാൽ എങ്ങനാ? മനസ്സിൽ അത്രയ്ക്ക് ആദ്യം ഉണ്ടടി. ഞാൻ വിളിക്കാവടൂ. ഹരിപ്രസാദ്. ആ, ബെല്ലുണ്ട്. എടുക്കുന്നില്ലല്ലോ. ഇത് മനഃപൂർവ്വ. അവൻ ഇത്തവണയും നമ്മളെ പറ്റിക്കുന്നാ തോന്നുന്നത്. അങ്ങനെയല്ല സംഭവിച്ച രണ്ടുകെ ശുപാർശ കൊണ്ട് വന്നേക്കരുത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അവൻ വരും. എന്നിട്ട് എവിടെയടി?